നമ്മൾ ഈ കൊടുത്ത സാധനം കൂടാതെ നമ്മളവിടെ ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കുക. പാത്രങ്ങൾ, ചട്ടി, മറ്റ് സംഗതികളൊക്കെ കൊടുക്കുക. കാരണം വേവിച്ചെടുക്കാൻ ഓരോരുത്തരും ഇപ്പോൾ വേറെ ആയിട്ട് പോവുകയാണ്. അതൊക്കെ കൊടുക്കുന്നുണ്ട്. ബംഗാളിൽ നിന്ന് നമ്മൾ കൽക്കട്ടയിൽ നിന്ന് നമ്മൾ കുറേ സാധനങ്ങൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഗോഹട്ടിയിൽ നിന്ന് സാധനങ്ങൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. മുഴുവൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഗോഡൗൺ അവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ തരംതിരിച്ചിട്ട് കൊടുക്കുക. അതൊക്കെ ചെയ്യുന്നുണ്ട്. പോരാ, നമ്മളിവിടെ അഭിമാനിക്കുന്ന പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിലുള്ള അവരെ എത്തിക്കാൻ എത്രയോ കാലം ഇനി വേണ്ടി വരുമെങ്കിലും ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം വെട്ടുന്ന ആളുകൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ഇല്ലാത്തവർക്ക് എങ്ങനെ ഇതെത്തിച്ചു കൊടുക്കാൻ? ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതൃത്വം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കാൻ മുസ്ലിം അടക്കമുള്ള സംഘടനകൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ വിധത്തിലുള്ള ജനങ്ങൾക്ക് അവരെ ശക്തിപ്പെടുത്താൻ എന്താണ് മാർഗം? വിദ്യാഭ്യാസമല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. വിദ്യാഭ്യാസത്തിലൂടെ എല്ലാ ജനങ്ങളെയും ഉയർത്തിയെടുക്കാൻ ഒക്കില്ല. അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. സാക്ഷരതയിൽ SC/ST എത്രയോ പദവികൾ കിട്ടുന്നു സംസ്ഥാനത്ത്. അവർക്ക് എന്തറിയാം? അവർക്ക് എങ്ങനെ അവകാശങ്ങൾ ചോദിക്കാം? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള സ്കീമുകൾ വന്നാൽ ആ സ്കീം തങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എത്ര പേരുണ്ട് ബീഹാറിൽ, എത്ര പേരുണ്ട് ആസാമിൽ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഇഷ്ടം പോലെ ഇന്ത്യ ഗവൺമെന്റ് ഫണ്ട് ചെലവാക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്തുന്നുണ്ടോ? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് ചെലവാക്കുന്നുണ്ട്. ഇപ്പോൾ 2ാമത്തെ ഹരിത വിപ്ലവം വരികയാണ്. 1ാമത്തെ ഹരിത വിപ്ലവം ഇന്ത്യയിൽ ആകെ 63-64 കാലത്ത് വന്നെങ്കിൽ 2ാമത് ഹരിത വിപ്ലവം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് മാത്രമായിട്ട് വരാൻ വേണ്ടി പോകുക. ഇതൊക്കെ ഉണ്ട്. പക്ഷെ പാവങ്ങളുടെ അടുത്തേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇവിടെ താരതമ്യേന വിദ്യാഭ്യാസം കൊണ്ടും സൗകര്യം കൊണ്ടും പ്രബുദ്ധത കൊണ്ടും നല്ല ശക്തിയുള്ള സംഘടനകൾ, വ്യക്തികൾ ആ പാവങ്ങളെ വ്യവസ്ഥാപിതമായ വിധത്തിൽ എങ്ങനെ ഈ ദൗത്യം അവിടെ എത്തിക്കാൻ സാധിക്കും? അവർക്ക് എങ്ങനെ വീടുണ്ടാക്കി കൊടുക്കാൻ സാധിക്കും? അവിടെ ഒരു പള്ളിക്കൂടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും? എന്നിത്യാദി കാര്യങ്ങളിലേക്ക് കേരളത്തിന്റെ റിസോഴ്സ്, കേരളത്തിന്റെ ശക്തി എങ്ങനെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വിനിയോഗിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചും ഗൗരവമായിട്ടുള്ള ചർച്ചകൾ സംഘടനകളിൽ വേണമെന്നാണ് എനിക്ക് പറയാം. കാരണം നമ്മളെല്ലാം ഒന്നാണ്. നമുക്കത് ചെയ്യാനുള്ള ബാധ്യത. ആ നിലയിൽ അതുകൂടി ചിന്തിക്കാനുള്ള സന്ദർഭമാകട്ടെ നിങ്ങൾ വിളിച്ചു കൂട്ടിയ സമ്മേളനം എന്ന് ഞാനിവിടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ശരി, ദുഃഖിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സമാശ്വാസം നൽകുവാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ഈ ഐക്യദാർഢ്യ മീറ്റിംഗിൽ എല്ലാവിധ നന്ദിയും നടന്നുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.